നമ്മൾ ഹിസ്റ്ററി പാർട്ടൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, മേജർ ആയിട്ടുള്ള പോർഷൻസ് ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നും കൂടി പറയാം, വൃക്ഷായുർവേദയാണ് ഭയങ്കര ഏൻഷ്യന്റ് ആയിട്ടുള്ള ഒരു ഫംഗിസൈഡൽ പ്രാക്ടീസിനെ ഒക്കെ പറ്റി മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ബുക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ പ്രിവോസ്റ്റ് കോപ്പർ സൾഫേറ്റ് ഫസ്റ്റ് സീ ട്രീറ്റ്മെന്റ് വേണ്ടിയിട്ട് യൂസ് ചെയ്തു. അതാണ് ഫസ്റ്റ് ടൈം ആയിട്ട് ഒരു കെമിക്കലിനെ നമ്മൾ പ്ലാന്റിന്റെ ഡിസീസിന്റെ മാനേജ്മെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഒബ്വിയസ്ലി ബോഡോ മിഷറിന്റെ ഇൻവെൻഷൻ ആണ്. പി എം ഇല്ലാതെ നിങ്ങൾക്കറിയാം, അത് ഇയർ നോക്കണം, 1885. പിന്നെ അതുപോലെ തന്നെ ജസ്റ്റ് ഓർത്ത് വെച്ചിരിക്കാം, ബർഗണ്ടി മിഷർ ഇൻവെന്റഡ് ബൈ മേസൺ. പിന്നെ പെനിസിലിൻ ഒബ്വിയസ്ലി നമുക്കറിയാം, അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണല്ലേ ഫസ്റ്റ് ആന്റിബയോട്ടിക്കിന്റെ ഇൻവെൻഷൻ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കിറ്റിൽസൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ക്യാപ്റ്റൻ എന്ന് പറയുന്നത് നമ്മൾ മോസ്റ്റ്ലി കൂടുതലായിട്ടും സീ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫംഗിസൈഡ് ആണ് ക്യാപ്റ്റൻ. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റനെ ഷോർട്ട്ലി കിറ്റിൽസൺ സ്കില്ലർ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ അത് ആ ഒരു ടേം ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കാം. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 1965 ഫസ്റ്റ് സിസ്റ്റമിക് ഫംഗിസൈഡ് ആയിട്ടുള്ള കാർബോക്സിൻ, നമ്മുടെ സ്മട്ടിന് വേണ്ടി യൂസ് ചെയ്യുന്ന കാർബോക്സിൻ ഫസ്റ്റ് സിസ്റ്റമിക് ഫംഗിസൈഡ് ആയിട്ട് ഇൻവെന്റ് ചെയ്തു ബൈ ഷ്ലെമിംഗ് ആൻഡ് കുൽക്ക. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, റിപ്പീറ്റഡ്ലി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ഷ്ലെമിംഗ് ആൻഡ് കുൽക്ക. അപ്പൊ ഇത്രയാണ് ഹിസ്റ്ററി പാർട്ടിൽ പറഞ്ഞത്. പിന്നെ നമ്മൾ ഫംഗിസൈഡ്സിന്റെ ഒരു മിനിറ്റ്, ഓക്കെ, ഒരാള് കേറിയിട്ടുണ്ടല്ലേ ക്ലാസ്സിൽ, സന്തോഷം. അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റുഡന്റെങ്കിലും ഇല്ലാതെ വെറുതെ നമ്മൾ ഇങ്ങനെ സ്ക്രീനിൽ നോക്കി പറയുന്നതേ നല്ല ബോറ് പരിപാടിയാണ്. ഓക്കെ, അപ്പോ ഫംഗിസൈഡ്സിന്റെ ജനറേഷൻ വൈസ് ആയിട്ടുള്ള ഹിസ്റ്ററി നമ്മൾ ജസ്റ്റ് നോക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്, ബാക്കി വായിച്ചോളൂ കേട്ടോ. അപ്പൊ നമ്മൾ പ്രീ സയന്റിഫിക് പീരീഡിലായിട്ട് റുബിഗാലിയ എന്നുള്ള പേരിൽ നമ്മൾ ഫെസ്റ്റിവൽ ഒക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് എവിടെയാണ്, റോമിൽ അല്ലെ. അതിപ്പോഴും സ്റ്റിൽ അവര് ഏപ്രിൽ 25 ആയിട്ട് റുബിഗാലിയന്റെ പോലെ നമ്മൾ അവര് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ലൈക്ക് എന്താണ്, നമ്മുടെ വീറ്റിന്റെ റസ്റ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് പണ്ട് അവര് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സെലിബ്രേഷൻ ആണ്. പിന്നെ പ്രീ ഡിസ്പോസിഷൻ 1800 to 1850, എറ്റിയോളജിക്കൽ പീരീഡ് 1850 to 1900, ദെൻ എക്കോളജിക്കൽ പീരീഡ്, ബയോകെമിക്കൽ പീരീഡ്, ദെൻ ഫൈനലി ഇപ്പൊ കറന്റ് ഓൺഗോയിങ് ആയിക്കൊണ്ടിരിക്കുന്ന 4th ജനറേഷൻ ഫംഗിസൈഡ്സ്, അല്ലെങ്കിൽ നമ്മൾ ന്യൂ ജനറേഷൻ ഫംഗിസൈഡ്സ് എന്ന് പറയാറുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, ഒരു പീരീഡ് വൈസ് ആയിട്ട് അങ്ങനെയും ഒരു ക്ലാസിഫിക്കേഷൻ ഹിസ്റ്ററി ഓഫ് ഫംഗിസൈഡ്സ് പറയാറുണ്ട്. ഓക്കെ, ദെൻ ടുഗദർലി ഈ പറയുന്ന എല്ലാ കെമിക്കൽസ് യൂസ്ഡ് ഇൻ അഗ്രികൾച്ചർ നമ്മൾ ടുഗദർലി പറയുന്ന ടേമാണ് പെസ്റ്റിസൈഡ്സ്. പെസ്റ്റിസൈഡ്സ് എന്ന് പറഞ്ഞാൽ സോൾലി ഇൻസെക്ടിസൈഡ്സ് മാത്രമല്ല നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓൾ ടുഗദർ എല്ലാത്തിനും നമ്മൾ പറയും. അപ്പൊ അതിൽ ഏതൊക്കെ വരും, ഹെർബിസൈഡ്സ് വരും, ഇൻസെക്ടിസൈഡ്സ് വരും, ഫംഗിസൈഡ്സ് വരും, ഓൾ അതർ ടൈപ്പ് ഓഫ് പ്ലാന്റ് ടോണിക് എല്ലാം ഉൾപ്പെടും അതിൻ്റെ അകത്ത്. അപ്പം ഇതിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹെർബിസൈഡ്സ് ആണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ, അറൌണ്ട് ഹാഫ് ഓഫ് ദ പെസ്റ്റിസൈഡ്സ് എന്ന് പറയുന്നത് ഹെർബിസൈഡ്സ് ആണ്, നമുക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ദെൻ ഇൻസെക്ടിസൈഡ്, ദെൻ എന്നിട്ട് മാത്രമേ ഫംഗിസൈഡ്സ് നമ്മൾ വരുന്നുള്ളൂ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ഇനി നമ്മൾ കറന്റ്ലി ഇപ്പൊ നമ്മുടെ ഫംഗിസൈഡ്സിന്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ, വാട്ട് ഈസ് ആക്ച്വലി മെൻ ബൈ ഫംഗിസൈഡ്സ്? ഫംഗിസൈഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സൈഡ് എന്ന വാക്കിന്റെ അർത്ഥം കിൽ എന്നാണ്. ഓക്കെ, ദെൻ ഫംഗൈ മീൻസ് നിങ്ങൾക്ക് അറിയാമല്ലേ, ഫംഗൈ ആണ്. ഓക്കെ, അപ്പോ ഫംഗസിനെ കിൽ ചെയ്യുന്ന ഒരു ഏജന്റ്, ഒരു കെമിക്കൽ എന്നുള്ള രീതിയിലാണ് ഫംഗിസൈഡ്സ് എന്ന് നമ്മളൊരു പെർട്ടിക്കുലർ കെമിക്കലിനെ നെയിം ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ആൻ ഏജന്റ് ഓർ കെമിക്കൽ വിച്ച് ഹാസ് ദ എബിലിറ്റി ടു കിൽ ദ ഫംഗസ്. അത്രേ ഉള്ളൂ, സിമ്പിൾ ആസ് ദാറ്റ്. പിന്നെ ഫംഗിസ്റ്റാറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഫംഗസിനെ നിർത്താൻ ശ്രമിക്കുന്നവരാണ്, എന്ന് വെച്ചാൽ ടെമ്പററിലി അവരെ തടഞ്ഞു വെക്കുന്നു. എന്ത് തടഞ്ഞു വെക്കുന്നു? അവരുടെ ഗ്രോത്തിനെ തടഞ്ഞു വെക്കുന്നു. കില്ല് ചെയ്യോ? ഫംഗിസൈഡ്സിനെ പോലെ കംപ്ലീറ്റ്ലി കില്ല് ചെയ്യില്ല, പക്ഷെ അവരുടെ ഗ്രോത്തിനെ ജസ്റ്റ് ഒരു ടെമ്പററിലി അവരുടെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് കെമിക്കൽസ് ആണ്. ഫംഗിസൈഡ്സിന് അത്ര സ്ട്രോങ് ആവില്ല ഫംഗിസ്റ്റാറ്റ്സുകൾ. ഓക്കെ, ദെൻ ആന്റിസ്പോർലൻസ് എന്താ? പേരിന്റെ ആ ഒരു ഐഡിയ എന്താന്ന് മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് കൺസെപ്റ്റ് കിട്ടും. ആന്റി സ്പോർലന്റ് അല്ലെ, ഫംഗൈന്റെ സ്പോർലേഷനെ പ്രിവെന്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കെമിക്കൽസ് ആണ് ആന്റി സ്പോർലന്റ് എന്ന് പറഞ്ഞാൽ. ഫംഗിസ്റ്റാറ്റ് എന്ന് പറയുന്നത് ഇവരുടെ മൈസീലിയത്തിന്റെ ഗ്രോത്തിനെ ടെമ്പറലി ഇൻഹിബിറ്റ് ചെയ്ത് വെക്കുന്നു. പക്ഷെ ആന്റി സ്പോർലന്റ് എന്താ, നമ്മുടെ സ്പോർ പ്രൊഡക്ഷനെ തന്നെ ഇവര് ഇൻഹിബിറ്റ് ചെയ്യുന്നു. സ്പോർ പ്രൊഡക്ഷൻ വരുമ്പോഴാണ് സെക്കൻഡറി ഇൻഫെക്ഷൻ കൂടുതലായിട്ട് വരുന്നത് അല്ലെ. ഒരു പ്രൈമറി ഇൻഫെക്ഷൻ വന്നു, പ്രൈമറി ആയിട്ടിരിക്കുന്ന ഇനോക്കുലം വന്നിട്ട് ഇൻഫെക്ഷൻ വന്നെങ്കിൽ പോലും
അത് മാസീവായിട്ട് ഒരു ഭയങ്കര ഇക്കണോമിക്കലി ഒരു ത്രെറ്റ് ആയിട്ട് മാറുന്നത് എപ്പോഴാണ്? സെക്കൻഡറി ആയിട്ട് ഇവർ മാസീവായിട്ട് സ്പോർ പ്രൊഡക്ഷൻ വന്നിട്ട് ദെൻ അതിന് സെക്കൻഡറി ഇൻഫെക്ഷൻ വരുമ്പോഴാണ് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു എക്കണോമിക് ലോസ് വരുന്നത്. അപ്പം ഈ സ്പോർ പ്രൊഡക്ഷനെ തന്നെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ പറ്റുകയാണെങ്കിൽ സെക്കൻഡറി ഇൻഫെക്ഷൻ നമുക്ക് തടഞ്ഞൂടെ? സോ ആ ആസ്പെക്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വളരെ കുറച്ച് കെമിക്കൽസ് ആണ് ആന്റി സ്പോർലെഡ് എന്നുള്ളൊരു കാറ്റഗറിയിൽ വരുന്നത്. അതുപോലെ തന്നെ ഇവര് ഒരു വെജിറ്റേറ്റീവ് ഹൈഫിന്റെ ഗ്രോത്തിനെ അഫക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്, സ്പോർ പ്രൊഡക്ഷനെ നിയന്ത്രിക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് ചില ടേമുകൾ ഓർത്ത് വെക്കുക കേട്ടോ. അപ്പം ഡിഫറൻസ് ബിറ്റ്വീൻ ഫംഗിസൈഡ്സ്, ഫംഗിസ്റ്റാറ്റ് ആൻഡ് ആന്റിസ്പോർലന്റ് എന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, ക്ലിയർ? പിന്നെന്താ, ഇതൊക്കെ ഞാൻ ഓട്ടിച്ചു വിടുന്നതാണ്. ഇതൊക്കെ ജനറലി എന്റമോളജിയിൽ നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നമ്മുടെ POPന്റെ പോർഷൻസിലൊക്കെ വരുന്ന കാര്യങ്ങളാണ് കുറച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പിന്നെന്താണ്, ഒരു പെസ്റ്റിസൈഡ് എടുത്താൽ അതിന്റെ ലേബൽ നിങ്ങൾക്ക് അറിയാമല്ലേ? നമ്മൾ ഒരു ഹെർബിസൈഡ് എടുത്താലും ഇൻസെക്ടിസൈഡ് എടുത്താലും ഫംഗിസൈഡ് എടുത്താലും എന്തെടുത്താലും ഇറ്റ് ഷുഡ് ഡെഫിനറ്റ്ലി ഹാവ് എ ലേബൽ. അത് മാൻഡേറ്ററി ആയിട്ടുള്ളതിന്റെ ഒരു ലീഗൽ ഡോക്യുമെന്റ് ആയിട്ടാണ് ഒരു പെസ്റ്റിസൈഡിന്റെ ലേബലിനെ കൺസിഡർ ചെയ്യുന്നത്. ലേബൽ എന്ന് പറയുമ്പോഴത്തേക്ക് കുപ്പിയിൽ ഒട്ടിക്കുന്ന ലേബൽ മാത്രമല്ല, ഒരു പെസ്റ്റിസൈഡ് നമ്മൾ എടുക്കുമ്പോൾ അതിന്റെ പാക്കറ്റിൽ തന്നെ കുറെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അതൊരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു പെസ്റ്റിസൈഡ്സിന് വേണ്ട ലീഗൽ ഡോക്യുമെന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന അതോറിറ്റി എന്ന് പറയുന്ന ആരാണ്? CIB, സെൻട്രൽ ഇൻസെക്ടിസൈഡ് ബോർഡാണ്. ആൻഡ് രജിസ്ട്രേഷൻ കമ്മിറ്റി, സെൻട്രൽ ഇൻസെക്ടിസൈഡ് ബോർഡ് ആൻഡ് രജിസ്ട്രേഷൻ കമ്മിറ്റി. ഇൻസെക്ടിസൈഡ് എന്ന പേര് കേട്ടതുകൊണ്ട് നിങ്ങൾ അത് ഇൻസെക്ടിസൈഡിന് മാത്രമായിട്ടാണ് വിചാരിക്കുന്നത്. ഇതിന്റെ അണ്ടറിൽ തന്നെയാണ് ഫംഗിസൈഡ്സിന്റെയും ഹെർബിസൈഡ്സിന്റെ ഒക്കെ രജിസ്ട്രേഷനും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു കമ്മിറ്റി നിലവിൽ വന്നത് ഇന്ത്യയിലെ ഇൻസെക്ടിസൈഡ് ആക്ട് 1986 പ്രകാരമാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇത് എന്റമോളജി, പാത്തോളജി ഓവർലാപ്പ് ചെയ്ത് വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പം പെസ്റ്റിസൈഡ് ലേബലിനെ പറ്റി പറഞ്ഞു. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്, ഞാൻ അതുകൊണ്ട് ഓട്ടിച്ചു വിടുന്നത്. അപ്പൊ പെസ്റ്റിസൈഡ് ലേബൽ എന്ന് പറയുമ്പോൾ എന്താണ്? യൂഷ്വലി നമ്മളൊരു പെസ്റ്റിസൈഡ് ലേബൽ എടുക്കുമ്പോഴത്തേക്കും ഇൻസെക്ടിസൈഡ് ആയാലും ഫംഗിസൈഡ് ആയാലും ഹെർബിസൈഡ് ആയാലും നമ്മൾ കുറെ നെയിമുകൾ പഠിക്കുമല്ലേ? ഒന്നിന്റെ കെമിക്കൽ നെയിം, ട്രേഡ് നെയിം, അതിൽ കോമൺ നെയിം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ശരിക്കും ഇതൊക്കെ എന്താണ്? യൂഷ്വലി ഒരു പെസ്റ്റിസൈഡ്സിന് ജനറലി 3 ടേംസ്, 3 നെയിംസ് ആണ് നമ്മൾ കൊടുത്തു വെക്കുക. ഫസ്റ്റ് വൺ ഈസ് എ കെമിക്കൽ നെയിം എന്ന് പറഞ്ഞാൽ എന്താ? ഓർഗാനിക് കെമിസ്ട്രിയിൽ അല്ലെങ്കിൽ കെമിസ്ട്രി എന്താണ് ആ ഒരു പെർട്ടിക്കുലർ കോമ്പൗണ്ടിന് കൊടുത്തിട്ടുള്ള പേര്. അതിൽ ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് ഉണ്ടല്ലോ നമ്മൾ പഠിക്കുന്നത്, ആ ഒരു പെർട്ടിക്കുലർ ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് കെമിക്കലി, അതായത് ലൈക്ക് 1, 2 ബൈ ക്ലോറോ, ട്രൈ ക്ലോറോ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ നെയിമിങ് ചെയ്യാറില്ല. ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ നെയിമിങ് ചെയ്ത് പഠിച്ചിട്ടില്ലേ? ആ നെയിം, കെമിസ്ട്രി കൊടുത്തിരിക്കുന്ന നെയിമാണ് കെമിക്കൽ നെയിം എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആണ് അല്ലെ? കെമിസ്ട്രി കൊടുത്തിരിക്കുന്ന പേരാണ്, ദാറ്റ് ഇസ് എ കെമിക്കൽ നെയിം. പിന്നെ വരുമ്പോഴത്തേക്കും നെക്സ്റ്റ് വൺ ഇസ് കോമൺ നെയിം. കോമൺ നെയിം ആണ് നമ്മൾ ജനറലി എപ്പോഴും പറയുന്ന ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് പേര്. ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് പേര് നമ്മൾ എടുത്ത് പറയുന്നത് കോമൺ നെയിം ആണ് അല്ലെ? അപ്പൊ നോക്കിക്കേ, നമ്മൾ കെമിസ്ട്രി പറയുന്ന പേര് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ആ ഒരു പെർട്ടിക്കുലർ പേരിനെ കുറച്ചും കൂടി ഷോർട്ടൺ ചെയ്ത് ഈസിയർ ആയിട്ട് ഗ്ലോബലി അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ചെറിയ പേര് കൊടുക്കണം. സോ ദാറ്റ് ഈസ് എ കോമൺ നെയിം. കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, ഐഡന്റിഫിക്കേഷൻ ഈസി ആക്കുന്ന ഒരു നെയിം കൊടുക്കും ആക്റ്റീവ് ഇൻഗ്രീഡിയന്റിന്. ഓക്കെ, ദാറ്റ് ഈസ് എ കോമൺ നെയിം. അപ്പം ഈ പറയുന്ന കോമൺ നെയിം ശരിക്കും അതിലുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് ഏതാന്നുള്ള ഒരു ഐഡിയ ആണ് നമുക്ക് തരുന്നത്. ദെൻ കംസ് ദ ട്രേഡ് നെയിം അല്ലെ? ഈ ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് ഏതായിക്കോട്ടെ, അത് പല പല കമ്പനികൾക്ക് നിർമ്മിക്കാമല്ലോ. അപ്പൊ പല പല കമ്പനികൾക്ക് അവരുടെ പ്രൊഡക്റ്റിന് അവർക്ക് വേണ്ട പേര് കൊടുത്തിട്ട്, ദാറ്റ് ഈസ് ഒരു ട്രേഡ് സീക്രട്ട് അല്ലെ, ട്രേഡ് മാർക്ക്. അപ്പം ആ ഒരു ട്രേഡ് നെയിം കൊടുത്തിട്ട് ഓരോ മാനുഫാക്ചേഴ്സിനും ഇറക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് എ ട്രേഡ് നെയിം. ഒരേ ആക്റ്റീവ് ഇൻഗ്രീഡിയന്റിന് തന്നെ പല പല കമ്പനികൾക്ക് നിർമ്മിച്ചൂടെ? ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തി, അതിന്റെ ഫോർമുലേഷൻസിലൊക്കെ വ്യത്യാസം വരുത്തി, ആപ്ലിക്കേഷനിൽ വ്യത്യാസം വരുത്തിയൊക്കെ ഇവർക്ക് ഇറക്കാം. അപ്പൊ അവർക്ക് അവരുടേതായിട്ടുള്ള പേര് മാറ്റാം. പക്ഷെ ആക്റ്റീവ് ഇൻഗ്രീഡിയന്റിന്റെ കോമൺ നെയിം മാറ്റാൻ പറ്റുമോ? കെമിക്കൽ നെയിം മാറ്റാൻ പറ്റുമോ? ഇതൊന്നും മാറ്റാൻ പറ്റില്ല. ട്രേഡ് നെയിം മാത്രമാണ് മാനുഫാക്ചേഴ്സിന് മാറ്റി മാറ്റി കൊടുക്കാൻ പറ്റുക. അപ്പം ഈ 3 പേരുകൾ ഇത്രയാണ്, അറിയാലോ? യെസ്. ഇനി ഞാൻ പറഞ്ഞു പെസ്റ്റിസൈഡ്സിന്റെ ലേബൽ അതിന്റെ ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണെന്ന് പറഞ്ഞു. അപ്പം ഇതിന്റെ അകത്ത് നമ്മൾ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾ കുറെ പേരുകളാണ്, SC, HG, WG, EC അല്ലെ, GR എന്നൊക്കെ പറഞ്ഞ് ചില ഷോർട്ട് ടേമുകൾ കാണും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ദാറ്റ് ഇസ് റിഗാർഡിങ് ഇറ്റ്സ് ഫോർമുലേഷൻ അല്ലെ? ഫോർമുലേഷൻ ആണ്, അതായത് ഏത് അവസ്ഥയിലാണ് നമ്മുടെ ആ കയ്യിലിരിക്കുന്ന പാക്കറ്റിനുള്ളിൽ ഈ പറയുന്ന കെമിക്കൽ ഇരിക്കുന്നതാണ്. അത് ലൈക്ക് സോളിഡ് ആണോ, ഒരു ലിക്വിഡ് ആണോ, അല്ലെങ്കിൽ ഒരു ജെല്ലാണോ, ഇനി ഗ്രാനുലാർ ഫോമിലാണോ ഇരിക്കുന്നത്, പൗഡേർഡ് ഫോമിലാണോ? ഓക്കെ, അപ്പൊ അതിനെയാണ് ഈ പറയുന്ന ഫോർമുലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെ ഷോർട്ടായിട്ട് ഓരോരോ എന്താണ് ഈ പറയുന്ന ടേംസ് കൊണ്ട് കൊടുത്തിട്ട്, അപ്പം അതിന്റെയൊക്കെ എക്സ്പാൻഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. കുറെയൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലെ? DP എന്താ? ഡസ്റ്റിംഗ് പൗഡർ. EC എമൽസിഫയബിൾ കോൺസെൻട്രേറ്റ്. GR ഗ്രാന്യൂള്. OD ഓയിൽ ഡിസ്പേഴ്സബിൾ. SC സസ്പെൻഷൻ കോൺസെൻട്രേറ്റ്. ഇല്ലെ? WP വെജിറ്റബിൾ പൗഡർ. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്.
ഇതൊക്കെ ഒന്ന് നോക്കി വെച്ചോളൂ, അത്രയും. ഇനി പെസ്റ്റിസൈഡ് ലേബലിൽ പിന്നെ വേറെ എന്തൊക്കെയാണ്? അതിൽ ഏറ്റവും മേജർ ആയിട്ട് എപ്പോഴും നമ്മൾ ഒന്ന് കോഷൻ ആയിട്ടിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിന്റെ ടോക്സിസിറ്റി ലേബൽ ആണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലേ? യെസ്. അപ്പം അതിന്റെ ടോക്സിസിറ്റി ലെവൽ ഓഫ് ദി പെസ്റ്റിസൈഡ്സ് ഈ പെസ്റ്റിസൈഡ്സിന്റെ ലേബിൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. ജനറലി 4 കളർ കോഡുകളാണ് അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കുക: ഗ്രീൻ, ബ്ലൂ, യെല്ലോ, റെഡ്. ഈ പറയുന്നത് അതിന്റെ ടോക്സിസിറ്റി റേഞ്ച് കുറവിൽ നിന്ന് കൂടുതലോട്ട് പോകുന്ന അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ കളർ ഗ്രേഡിങ് കൊടുത്തിട്ടുള്ളത്. ഗ്രീൻ ഇസ് സ്ലൈറ്റ്ലി ടോക്സിക്. പിന്നെ വരുന്നത് കുറച്ചും കൂടി ടോക്സിക് ആവുന്നു, മോഡറേറ്റ്ലി ടോക്സിക് ആവുമ്പോൾ ദാറ്റ് ഇസ് ബ്ലൂ. ഹൈലി ടോക്സിക് ആകുമ്പോൾ യെല്ലോ, ദെൻ എക്സ്ട്രീംലി ടോക്സിക് റെഡ് ഇസ് ഫോർ ഡേഞ്ചർ, അല്ലേ? നമുക്കറിയാം. അപ്പം ആ ഒരു ഓർഡറിലാണ് ഈ പറയുന്ന ടോക്സിസിറ്റി ലെവൽ പെസ്റ്റിസൈഡ്സിന്റെ ലേബലിംഗ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാം. അതിനെപ്പറ്റി ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. എന്നാലും പിന്നെ എന്തൊക്കെ ഉണ്ടാവുക? പിന്നെ ഒരു പെസ്റ്റിസൈഡ്സിന്റെ ലേബിൾ നമ്മൾ യൂഷ്വലി കാണുന്നത് അതിന്റെ ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ്. പിന്നെ ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് മാത്രമായിരിക്കുമോ നമ്മുടെ കൈ കിട്ടുന്ന പാക്കറ്റിനുള്ളിൽ ഉണ്ടാവുക? അല്ല. അത് ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് 85% അല്ലെങ്കിൽ 56% എന്നൊക്കെ പറഞ്ഞു കാണാം. അപ്പൊ എന്താണ്, ഒരു 100 ഗ്രാം നിങ്ങളുടെ കയ്യിൽ സാധനം ഉണ്ടെങ്കിൽ അതിലൊരു 80% നിങ്ങളുടെ ആക്ച്വൽ ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് ഉണ്ടാവുള്ളൂ. അതിന്റെ ആ പെർട്ടിക്കുലർ ഫോർമുലേഷൻ എങ്ങനെ ആക്കാനും അതിന്റെ സോലുബിലിറ്റീനെ നിയന്ത്രിക്കാനും അതിന്റെ ആ ഒരു ഓവറോൾ പ്രൊഡക്റ്റിന്റെ പെർഫോമൻസിന് വേണ്ടിയിട്ടൊക്കെ വേറെ ഇനേർട്ട് മെറ്റീരിയൽസ്, പല രീതിയിലുള്ള ഇനേർട്ട് മെറ്റീരിയൽസ് ആഡ് ചെയ്യുന്നുണ്ട്. ചൈന ക്ലേ, അങ്ങനെ പല പല ടൈപ്പ് ഓഫ് ഇനേർട്ട് മെറ്റീരിയൽസ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദാറ്റ് ഇസ് മാൻഡേറ്ററി. ഓക്കെ, പിന്നെ എന്തുണ്ടാവുക? ഒബ്വിയസ്ലി മാനുഫാക്ചേഴ്സ് ആരായിരിക്കുന്നില്ല, നെയിം, അവരുടെ അഡ്രസ്സ്, ദെൻ അവരുടെ നെറ്റ് കണ്ടന്റ് ഓഫ് ദ പാക്കറ്റ് എത്ര ഗ്രാം ആണെന്നുള്ളത്. പിന്നെ രജിസ്ട്രേഷൻ നമ്പർ വേണ്ട. നമ്മൾ നേരത്തെ പറഞ്ഞു CBയിൽ രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ രജിസ്ട്രേഷൻ നമ്പർ വേണം. ഉണ്ടാക്കി ഇറക്കുന്ന പ്രൊഡക്റ്റിന്റെ ബാച്ച് നമ്പർ ഉണ്ടായിരിക്കണം. എക്സ്പയറി ഡേറ്റ് എന്തായാലും വേണമല്ലോ. ഇതൊരു കെമിക്കൽ ആയതുകൊണ്ട് ഫംഗിസൈഡ് ആയതുകൊണ്ട് എന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. എക്സ്പയറി ഡേറ്റ് അതിനുണ്ട്, അതുവരെ അത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ടോക്സിസിറ്റി ലെവലിനെ പറ്റി നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ടോക്സിസിറ്റി ലെവൽ എന്തിന്റെ ബേസിലാണ് ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മൾ UGയിൽ കേട്ടിട്ടുള്ള ടേമാണ്. ദാറ്റ് ഇസ് LD50 വാല്യൂ എന്നാണ് പറയുന്നത്. മീഡിയൻ ലീതൽ ഡോസ് എന്ന് പറയും. LD50 ലീതൽ ഡോസ് 50 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? നമ്മളൊരു ടെസ്റ്റ് ഓർഗാനിസത്തിന് എടുത്തു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളിത് എല്ലാത്തിനും യൂസ് ചെയ്യുന്ന ഒരു മെത്തഡോളജി LD50 എന്ന് പറയുന്നത് ഇൻസെക്ടിസൈഡ് ആണെന്ന് വിചാരിച്ചോ. ഒരു നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ഇൻസെക്ടിന്റെ ഒരു പോപ്പുലേഷൻ നമ്മൾ എടുത്തു. ദാറ്റ് ഈസ് അവർ ടെസ്റ്റ് ഓർഗാനിസം, അല്ലെ? ആ ഒരു പെർട്ടിക്കുലർ പോപ്പുലേഷന്റെ 50% കിൽ ചെയ്യാൻ എത്ര എമൗണ്ട് നമ്മൾ ആ പെർട്ടിക്കുലർ കെമിക്കൽ കൊടുക്കുന്നു എന്നുള്ളതാണ് LD50 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് ഇസ് എമൗണ്ട് ഓഫ് ഇൻസെക്ടിസൈഡ് പെർ യൂണിറ്റ് വെയിറ്റ് വിച്ച് വിൽ കിൽ ദ 50% ഓഫ് ദ ടെസ്റ്റ് ഓർഗാനിസം. ദാറ്റ് ഇസ് LD50 വാല്യൂ, അല്ലെങ്കിൽ മീഡിയൻ ലീതൽ ഡോസ് എന്ന് പറയും. ഈ LD50 വാല്യൂ ഓരോ നമ്മുടെ ടാർഗറ്റ് ചെയ്യുന്ന ടെസ്റ്റ് ഓർഗാനിസത്തിൽ ടെസ്റ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചാണ് ഓരോ കെമിക്കലിന്റെയും ടോക്സിസിറ്റി ലെവൽ നമ്മൾ വെക്കുന്നത്. ബ്ലൂ ആണോ, റെഡ് ആണോ, യെല്ലോ ആണോ എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് നോക്കിക്കേ, നമുക്ക് താഴെ നിന്ന് തുടങ്ങാം. ഗ്രീൻ ആണ് അല്ലെ സ്ലൈറ്റ്ലി ടോക്സിക് നമ്മൾ പറയുന്നത്. ഇത് എങ്ങനെയാണ് ഈ ഗ്രീൻ സ്ലൈറ്റ്ലി ടോക്സിക് ആവുന്നത്? LD50 വാല്യൂ, അത് ഓറൽ LD50 ഉണ്ട്, ഡെർമൽ LD50 ഉണ്ട്. ഓറൽ LD50 എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നമ്മൾ ഒരു ഓർഗാനിസം അല്ലെങ്കിൽ നമ്മളായിക്കോട്ടെ ഇൻടേക്ക് ചെയ്യുമ്പോൾ, ഓറലി ഇൻടേക്ക് ചെയ്യുമ്പോഴത്തേക്കും എത്ര മില്ലിഗ്രാം ഓഫ് കെമിക്കൽ ആണ് നമ്മുടെ പെർ കിലോഗ്രാം ഓഫ് വെയിറ്റ് വെച്ച് നോക്കുമ്പോൾ എത്ര മില്ലിഗ്രാം കെമിക്കൽ ഉള്ളിൽ പോയാൽ നമുക്ക് ഡെത്ത് ഉണ്ടാവും. 50% പോപ്പുലേഷൻ ഡെത്ത് ആവുന്നതാണ് ഓറൽ LD50. അങ്ങനെയാണെങ്കിൽ ഡെർമൽ LD50 എന്താ? ഈ പറയുന്ന പെർട്ടിക്കുലർ കെമിക്കൽസിന് നമ്മുടെ സ്കിന്നുമായിട്ട് കോണ്ടാക്ട് വരുമ്പോഴത്തേക്കും പ്രശ്നം ഉണ്ടാവാറുണ്ട്. അപ്പം സ്കിന്ന് വഴിയും ഇവർ അബ്സോർബ് ചെയ്യും. അപ്പൊ സ്കിന്ന് വഴി എത്രത്തോളം മില്ലിഗ്രാം അബ്സോർബ് ചെയ്താലാണ് ഒരു ലീതൽ കണ്ടീഷനിലോട്ട് പോകാന്നുള്ളതാണ് ഡെർമൽ LD50 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് 2 വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഓറൽ LD50 എങ്കിലും അറിഞ്ഞിരുന്നത് വളരെ നല്ല കാര്യം. ആ ഒരു റേഞ്ച് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ ഗ്രീൻ ആണെങ്കിൽ ഇത് സ്ലൈറ്റ്ലി ടോക്സിക് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇത് സ്ലൈറ്റ്ലി ടോക്സിക് ആണെന്ന് പറഞ്ഞാൽ 5000 മില്ലിഗ്രാം പെർ കിലോഗ്രാം ഓഫ് ദ വെയിറ്റിന് മുകളിൽ എടുത്താൽ മാത്രമേ ഈ ഗ്രീൻ കോഡ് വരുന്ന സാധനങ്ങളൊക്കെ നമുക്കൊരു പ്രശ്നമായിട്ട് മാറത്തുള്ളൂ. മനസ്സിലായില്ലേ? 5000 മില്ലിഗ്രാം, മില്ലിഗ്രാമിന് മുകളിൽ പോയാലേ പ്രശ്നമാവത്തുള്ളൂ ഗ്രീൻ. സോ ദാറ്റ്സ് വൈ ഗ്രീൻ ആസ് കമ്പാരിറ്റീവ്ലി സേഫ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി നെക്സ്റ്റ് കംസ് ദ ബ്ലൂ, അല്ലെ? അപ്പം എന്തായിരിക്കും? അതിനേക്കാളും റേഞ്ച് കുറഞ്ഞ അളവിൽ വന്നാൽ തന്നെ നമുക്ക് പ്രശ്നമാവും. സോ എത്രയാണ്? 501 മുതൽ 5000 വരെ. ആ ഒരു റേഞ്ച് മില്ലിഗ്രാം എമൗണ്ടിൽ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ കെമിക്കൽ എടുത്താൽ തന്നെ നമുക്ക് പ്രശ്നമാവും. സോ ദാറ്റ് ഇസ് ബ്ലൂ. പിന്നെന്താ? യെല്ലോ വരുന്നു. അപ്പൊ അതിൽ നിന്നും കുറയ്ക്കാം. അപ്പൊ 50 to 500, അല്ലെ? 50 to 500 മില്ലിഗ്രാം
പെർ കിലോഗ്രാം ഓഫ് ദ വെയിറ്റ് വന്നാൽ തന്നെ യെല്ലോ കെമിക്കൽസ് പ്രശ്നമാവും. റെഡ് എന്തായാലും അപ്പൊ അതിനേക്കാളും കുറവാണ്, വളരെ കുറച്ച് എമൗണ്ട് മാത്രം വന്നാൽ തന്നെ റെഡ് എന്താണ് ഡേഞ്ചറസ് ആണ്. സോ ദാറ്റ് ഇസ് 1 to 50 milligram വന്നാൽ തന്നെ റെഡ് വരുന്ന കളർ കോഡിലുള്ള കെമിക്കൽസ് ആർ എക്സ്ട്രീംലി ടോക്സിക്. അപ്പം നിങ്ങളിവിടെ ആ റേഞ്ച് ആണ് ഓർത്തിരിക്കുക. ഈ പറയുന്ന 5000, 500 to 5000, 50 to 500, 3 to 50, ആ ഒരു റേഞ്ച് ഓർത്തിരുന്നാൽ മതി. ദെൻ ഈ പറയുന്ന പെർട്ടിക്കുലർ കളേഴ്സിനനുസരിച്ച് നമ്മൾ പറയുന്ന ടോക്സിറ്റി ലെവലിനെ ഡിനോട്ട് ചെയ്യുന്ന ടേം സ്ലൈറ്റ്ലി ടോക്സിക്, മോഡറേറ്റ്ലി ടോക്സിക്, ഹൈലി ടോക്സിക് ആൻഡ് എക്സ്ട്രീംലി ടോക്സിക്. അപ്പം ഇതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഇത് നമ്മൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. കളർ കോഡിന്റെ കൂടെ ഇവർ ഓരോരോ ഇൻഡിക്കേഷൻസും കൊടുത്തിട്ടുണ്ടായിരിക്കും. അതാണ് ഈ റൈറ്റ് സൈഡിലെ പിക്ചർ കാണിച്ചിട്ടുള്ളത്. ഗ്രീൻ ദാറ്റ് ഇസ് ഫോർ കോഷൻ. കോഷൻ ഈ ഒരു ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇങ്ങനെ ഒരു തല തിരിച്ചിട്ട ഒരു സ്ക്വയർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിന്റെ ഒരു ഹാഫ് ഓഫ് ദ പോർഷൻ ഇവരിങ്ങനെ ഒരു ഹാഫ് ട്രയാങ്കിളിൽ ഈ പറയുന്ന കളറും മുകളിൽ ഈ ഇൻഡിക്കേഷൻ എഴുതിയിട്ടുണ്ടായിരിക്കും. സോ ഗ്രീൻ ആസ് കോഷൻ, ബ്ലൂ ഇസ് ഡേഞ്ചർ, ദെൻ യെല്ലോ ഇസ് പോയിസൺ ആൻഡ് റെഡ് ഈസ് ഓൾസോ പോയിസൺ വിത്ത് എ സ്കൾ മാർക്ക്. അല്ലെ, സ്കൾ മാർക്ക് നമ്മൾ ട്രാൻസ്ഫോമറിലൊക്കെ കാണുന്ന അതേ സ്കൾ മാർക്കാണ്. ഹൈലി എക്സ്ട്രീംലി ടോക്സിക് ആണ്, വളരെ പ്രശ്നമാണെന്നുള്ളതാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഇൻഡിക്കേഷനും എഴുതിയിരിക്കുന്നത് എന്താണെന്ന് മാറിപ്പോതെ പഠിക്കുക. ഗ്രീൻ ഈസ് കോഷൻ, ബ്ലൂ ഇസ് ഡേഞ്ചർ ആൻഡ് യെല്ലോ ഇസ് പോയിസൺ, ദെൻ റെഡ് ഈസ് ഓൾസോ പോയിസൺ വിത്ത് സ്കൾ മാർക്ക്. അപ്പൊ ഇത്രയാണ് ടോക്സിസിറ്റി ലെവലിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ടത്. ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ജനറലി PSC-യിൽ, മുന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇത്ര ഈസി ആയിട്ടൊന്നും വരാറില്ല. അപ്പൊ ഇതിൽ ഇനിയിപ്പോ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആക്കാൻ അവർക്ക് സാധ്യതയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ LD50-ന്റെ റേഞ്ച് വെച്ചിട്ട് വേണമെങ്കിൽ കൺഫ്യൂസിങ് ആക്കുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് അത് ഉൾപ്പെടുത്തിയത്. ഓക്കെ, ഇനി നമ്മൾ ഫംഗിസൈഡ്സിന്റെ ശരിക്കുള്ള പോർഷനിലോട്ട് കടക്കുകയാണ്. ഫംഗിസൈഡ്സിനെ നമ്മൾ കെമിക്കൽ കോമ്പോസിഷന്റെ ബേസിസിലായിട്ട് ഏത് ഗ്രൂപ്പിൽ വരുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ ഫംഗിസൈഡ്സിനെ ക്ലാസിഫൈ ചെയ്ത് പറയാൻ പോവാണ്. സോ ഫസ്റ്റ്ലി വി ആർ സ്റ്റാർട്ടിംഗ് വിത്ത് സൾഫർ ഫംഗിസൈഡ്സ്. ഓക്കെ, സൾഫർ ഫംഗിസൈഡ്സിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് ബ്രോഡ്ലി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇൻഓർഗാനിക് സൾഫർ ഫംഗിസൈഡ്സും ഓർഗാനിക് സൾഫർ ഫംഗിസൈഡ്സും. നിങ്ങൾ ഇതൊക്കെ UG പഠിച്ചിട്ടുള്ളതാണ്, ഞാൻ ബ്രഷ് അപ്പ് ചെയ്ത് വിടുകയാണ്. ഓക്കെ, അപ്പം ഇൻഓർഗാനിക് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ സൾഫർ അസച്ച് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് സൾഫർ ഡസ്റ്റ്, അല്ലെ, നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ പൗഡറിംഗ് വീഡിയോനൊക്കെ സൾഫർ ഡസ്റ്റ് ആണ് കൊടുക്കുന്നത്. യെസ്, അപ്പോ എലമെന്റൽ സൾഫർ, സൾഫർ അസച്ച് ആയിട്ട് ഡസ്റ്റ് ഫോമിൽ, വെറ്റബിൾ സൾഫർ, വെറ്റബിൾ ഫോർമുലേഷന്റെ രീതിയിൽ സൾഫർ കൊടുക്കാം, ആൻഡ് ലൈം മിക്സ് ചെയ്തിട്ടുള്ള ലൈം സൾഫർ രീതിയിലും കൊടുക്കുന്നതൊക്കെ നമ്മൾ ഇൻഓർഗാനിക്, അല്ലെ, എന്ന് വെച്ചാൽ സൾഫർ ആ എലമെന്റിനെ അസച്ച് ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. യെസ്, അതാണ് ഇൻഓർഗാനിക് സൾഫർ ഫംഗിസൈഡ്സ്. ദെൻ കംസ് ടു ദ ഓർഗാനിക്. ഓർഗാനിക് സൾഫർ ഫംഗിസൈഡ്സിന് നമ്മൾ ജനറലി ഡൈതയോകാർബമേറ്റ്സ് എന്നാണ് പറയുന്നത്. എന്താണ് ഡൈതയോകാർബമേറ്റ്സ്? ഈ ഡൈതയോകാർബമേറ്റ്സിൽ തന്നെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് പറയാറുണ്ട്. മോണോ ആൽക്കിൽ ഡൈതയോകാർബമേറ്റ്സും ഡൈ ആൽക്കിൽ ഡൈതയോകാർബമേറ്റ്സും. ഇതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കെമിസ്ട്രി ഒന്നും നമുക്ക് അറിഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ വരുന്ന എക്സാമ്പിൾസ് ആണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, സൾഫർ ഫംഗിസൈഡ്സിനെയാണ് ഡൈതയോകാർബമേറ്റ്സ് എന്ന് പറയുന്നത്, ഓർമ്മ വേണം. ഡൈതയോകാർബമേറ്റ്സ് എന്നാണ് ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അത് അപ്പോഴേ ഓർമ്മ വരണം. ഇറ്റ് ഈസ് റെഫറിങ് ദ സൾഫർ ഫംഗിസൈഡ്സ്. ഓക്കെ, ഓർഗാനിക് സൾഫർ ഫംഗിസൈഡ്സ്. അപ്പൊ അതിലെ മോണോ ആൽക്കലിൽ വരുന്നവരുടെ എക്സാമ്പിൾസ് ഏതൊക്കെയാ നോക്കിക്കേ. നമ്മുടെ മാനബ്, സൈനബ്, മാംഗോസെബ്, വാപ്പാം ആൻഡ് നബ. ഓക്കെ, മാനബ്, സൈനബ്, മാംഗോസെബ്, വാപ്പാം ആൻഡ് നബ. പിന്നെ ഡൈ ആൽക്കിൽ വരുന്ന ആരൊക്കെയാ? തൈറാം, സൈറാം ആൻഡ് ഫെർബാം. അപ്പം ഇതിൽ നിങ്ങൾ കേട്ടിട്ടുള്ള പേരുകൾ ഏതൊക്കെയാണ്? കൂടുതലും കേട്ടിട്ടുള്ള പേരുകൾ ഏതൊക്കെയാണ്? നമ്മൾ മോണോ ആൽക്കയിൽ കേട്ടിട്ടുള്ള, അധികം കേട്ടിട്ടുള്ള പേരും ഏതാണ്? നമ്മുടെ ഒബ്വിയസ്ലി മാംഗോസെബ് ആണ്, അല്ലെ. മാംഗോസെബ് ആണ് നമ്മൾ കൂടുതലും കേട്ടിട്ടുള്ള പേര്. അപ്പം ഇപ്പോഴേ പഠിച്ചോളാം, മാംഗോസെബ് സൾഫർ ഫംഗിസൈഡ്, അല്ലെ. ഓർഗാനിക് മോണോ ആൽക്കയിൽ ഡൈതയോകാർബമേറ്റ് ആയിട്ടുള്ള ഒരു സൾഫർ ഫംഗിസൈഡ് ആണ്. ദെൻ ഡൈ ആൽക്കയിൽ നിങ്ങൾ കേട്ടിട്ടുള്ളത് അധികവും തൈറാമും സൈറാമും ആയിരിക്കും. സൈറാമിനെക്കാളും തൈറാം കേട്ടിട്ടുണ്ടായിരിക്കും. ഇതായിട്ടാണ് നമ്മൾ കൂടുതൽ കേട്ടിട്ടുള്ളത്. തൈറാമിനെ ട്രീറ്റിംഗ് ഫംഗിസൈഡ് ആയിട്ടാണ് നമ്മൾ കൂടുതലും കേട്ടിട്ടുള്ളത്, തൈറാം. യെസ്, ഫെർബാം ഓൾസോ ദയർ, ബട്ട് നമ്മൾ അത്ര അധികം യൂസ് ചെയ്യാറില്ല. കൂടുതലും തൈറാമാണ് യൂസ് ചെയ്യാറ്. ഫെർബാം ഈസ് ദയർ ഓൾസോ. പിന്നെ അടുത്ത കാറ്റഗറി ആയിട്ട് നമ്മൾ പറയാം, ഇപ്പൊ സൾഫർ കഴിഞ്ഞേ ഇനി അടുത്ത കാറ്റഗറി ആയിട്ട് നമ്മൾ ജനറലി പറയുന്നതാണ് കോപ്പർ ഫംഗിസൈഡ്സ്. എന്താണ് കോപ്പർ ഫംഗിസൈഡ്സ്? കോപ്പർ ഫംഗിസൈഡ്സ് ജനറലി നമുക്ക് ഏതൊക്കെയാണ് ചെറിയൊരു ഐഡിയ കാണും. അതിൽ തന്നെ കോപ്പർ സൾഫേറ്റ് കൊണ്ടുള്ള ഫംഗിസൈഡ്സ് ഉണ്ട്, കോപ്പർ കാർബണേറ്റ് കൊണ്ടുള്ളതുണ്ട്, കോപ്പർ ഓക്സി ക്ലോറൈഡ് ഉണ്ട്, ദെൻ കുപ്രസ് ഓക്സൈഡ് ഉണ്ട്. അപ്പൊ ജനറലി ഈ നാലെണ്ണമാണ് നമ്മൾ ജനറലി പറയാറ്. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പം കോപ്പർ സൾഫേറ്റിൽ വരുന്നവരൊക്കെ, കോപ്പർ സൾഫേറ്റിൽ വരുന്നവരെ നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ളവരായിരിക്കും. ഒരു ഫംഗിസൈഡിന്റെ പേര് പറ എന്ന് പറഞ്ഞാൽ
ഇനി എത്ര അറിയാത്തവനാണെങ്കിലും ആകെ പറയുന്ന ഒരേ ഒരു പേര് ചിലപ്പോൾ ബോഡോമിക്സർ ആയിരിക്കും അല്ലെ. അതും തെറ്റിച്ചായിരിക്കും ചിലപ്പോൾ പറയുന്നുണ്ടാവാം. ബോർഡാക്സ് മിക്സ്ചർ, ബോർഡിയോക്സ് മിക്സ്ചർ എന്നൊക്കെ പറയുന്നുണ്ടാവും. ആക്ച്വലി ഇറ്റ്സ് പ്രൊനൗൺസിയേഷൻ ആസ് എന്താണെന്നറിയോ, ബോഡോമിക്സർ എന്നാ പറയാം. ഓക്കെ, ബോഡോമിക്സർ. ഓക്കെ ഓക്കെ, ബോഡോമിക്സർ. സോ ബോഡോമിക്സറിനെ തന്നെ വീണ്ടും നമ്മൾ ഇച്ചിരി കൂടി വെള്ളം കുറച്ചാൽ അതാരായി, ദാറ്റ് ഈസ് പേസ്റ്റ് അല്ലെ. ഇനി ബർഗണ്ടി മിക്സ്ചർ ഉണ്ട്, ദെൻ ചെഷൻഡ് കോമ്പൗണ്ട് ഉണ്ട്. ഇതൊക്കെ എന്താ നമുക്ക് ജസ്റ്റ് പറയാം. ഓക്കെ, അപ്പൊ ഇവരെല്ലാരും BBB then C, BBC, BBBC. ഓക്കെ, ബോഡോ മിക്സ്ചർ, ബോഡോ പേസ്റ്റ്, ബർഗണ്ടി മിക്സ്ചർ ആൻഡ് ചെഷൻഡ് കോമ്പൗണ്ട്. ഇവരെല്ലാരും കോപ്പർ സൾഫേറ്റ് കോപ്പർ തന്നെയാണ്. കോപ്പർ സൾഫേറ്റിന്റെ പല പല ഫോമിലുള്ള ഫംഗിസൈഡ്സുകളാണ്. ദെൻ അടുത്ത വരുന്ന ആളാണ് കോപ്പർ കാർബണേറ്റ്. അതിൽ വരുന്ന ആളാണ് ചൗബാട്ടിയ പേസ്റ്റ് അല്ലെ, ചൗബാട്ടിയ പേസ്റ്റ്. ഇനി കോപ്പർ ഓക്സിക്ലോറൈഡ് നമ്മൾ ജനറലി COC എന്ന് പറയാറുണ്ട്. കോപ്പർ ഓക്സിക്ലോറൈഡ് അതിൽ വരുന്നതാണ് ഫൈറ്റലാൻ, ബ്ലിക്ടോക്സ് ഒക്കെ വരുന്നത്. ഇനി കുപ്രസ് ഓക്സൈഡിൽ വരുന്നതാണ് പെരനോക്സ്. അപ്പൊ ഇത്രയാണ് കോപ്പർ ഫംഗിസൈഡ്സിന്റെ ജനറൽ ക്ലാസിഫിക്കേഷനും അതിന്റെ എക്സാമ്പിൾസും. അപ്പൊ 4 ടൈപ്പ് കോപ്പർ ഫംഗിസൈഡ്സ് ഉണ്ട്: സൾഫേറ്റ്, കാർബണേറ്റ്, ഓക്സിക്ലോറൈഡ്, ദെൻ ഓക്സൈഡ്. ഇതിലെ എക്സാമ്പിളുകളാണ് നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്. ഓക്കെ, ദെൻ കംസ് ദ മെർക്കുറി ഫംഗിസൈഡ്സ്. മെർക്കുറി കൊണ്ടുള്ള ഫംഗിസൈഡ്സ്. ഈ മെർക്കുറി ഫംഗിസൈഡ്സ് എന്ന് പറയുമ്പോൾ ഇത് നമ്മളെ ഹിസ്റ്ററി പാർട്ടിൽ കണ്ടപ്പോൾ വളരെ മുന്നേ ഒക്കെ ഉപയോഗിച്ച് തുടങ്ങിയ ഒരു മെർക്കുറി ഫംഗിസൈഡ്സ് ആണ് മെർക്കുറി വെച്ചിട്ടുള്ള ഫംഗിസൈഡ്സ്. കാര്യം അന്നത്തെ കാലത്ത് ഈ മെർക്കുറി എൻവയോൺമെന്റിൽ എന്തുമാത്രം ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു കെമിക്കലാന്നുള്ളൊരു അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണ്. പിന്നെ പോകെ മീനമാത ഡിസീസ് ഒക്കെ വന്ന് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ മെർക്കുറിനെ നമ്മൾ അവോയ്ഡ് ചെയ്ത് തുടങ്ങി. സോ ദാറ്റ്സ് വൈ ഞാൻ ഇതിപ്പോ പറഞ്ഞതെന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ മെർക്കുറി ഫംഗിസൈഡ്സും ഇപ്പോ ബാൻഡ് ഓർ റെസ്ട്രിക്റ്റഡ് ആണ്. ഓക്കെ, അപ്പം ഇതൊന്നും ഇപ്പൊ നമ്മൾ അധികമായിട്ട് റെക്കമെൻഡ് ചെയ്യാറില്ല. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റുകളിൽ കിട്ടുന്നതും വളരെ കുറവാണ്. ഓക്കെ, കാണുകയാണെങ്കിൽ തന്നെ നമ്മൾ അധികം റെക്കമെൻഡ് ചെയ്യാറില്ല. ഓക്കെ, സോ ഈ മെർക്കുറി ഫംഗിസൈഡ്സിൽ തന്നെ നമ്മൾ സൾഫർ പഠിച്ച പോലെ ഇനോർഗാനിക്കും ഉണ്ട്, ഓർഗാനിക്കും ഉണ്ട്. ജസ്റ്റ് പേരുകൾ കേട്ടിരിക്കുക കേട്ടോ. ഇനോർഗാനിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ മെർക്കുറിനെ തന്നെ പല ഫോം, മെർക്കുറി ക്ലോറൈഡുകൾ, മെർക്കുറസ് ക്ലോറൈഡുകളൊക്കെ ആയിട്ട് യൂസ് ചെയ്യുക. ഈ ഓർഗാനിക് വരുമ്പോൾ പേരുകളുണ്ട്. പേരുകൾ കേട്ടാൽ ഒന്ന് മെർക്കുറി ആണെന്ന് ഓർത്തിരിക്കാനായിട്ടാണ് ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തത്. സെറസാൻ, അരസാൻ എന്ന് പറയാറുണ്ട്. ദെൻ അഗലോൾ, വെറ്റ് സെറസാൻ, ഡ്രൈ സെറസാൻ. അപ്പൊ ജനറലി സെറസാൻ ഇത് മെർക്കുറിയുടെ ഓർഗാനിക് ഫോമിലുള്ള ഫംഗിസൈഡ് ആണ് ഓർത്തിരിക്കുക കേട്ടോ. ഓൾ ആർ ബാൻഡ്. ഓക്കെ, അതും കൂടി ഓർത്തിരിക്കാം. പിന്നെ വരുന്ന ഒരു കാറ്റഗറിയാണ് ഹെട്രോസൈക്ലിക് നൈട്രജൻ കോമ്പൗണ്ട്സ്. നൈട്രജന്റെ തന്നെ ഹെട്രോസൈക്ലിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് വെച്ചിട്ടുള്ള ഫംഗിസൈഡ്സ്. അതിൽ നമ്മൾ ക്യാപ്റ്റാൻ, ഫോൾപെറ്റ്, ക്യാപ്റ്റഫോൾ ഒക്കെ പറയും. ഈ ഫോൾപെറ്റും ക്യാപ്റ്റഫോൾ ഒക്കെ ഇപ്പം ചെറിയ രീതിയിലൊക്കെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ പ്രൊഡക്ഷനോ ഇമ്പോർട്ടിങ് എന്തിനൊക്കെയോ റെസ്ട്രിക്ഷൻസ് ഉള്ളതാണ്. നമുക്ക് അങ്ങോട്ട് നോക്കാം. ഓക്കെ, ഇതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ക്യാപ്റ്റാൻ ആണ്. ക്യാപ്റ്റാൻ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സീഡ് ട്രീറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫംഗിസൈഡ് ആണ് ക്യാപ്റ്റാൻ എന്ന്. നമ്മൾ നേരത്തെ തൈറാം പറഞ്ഞ പോലെ. യെസ്. ഇനി നെക്സ്റ്റ് കാറ്റഗറീസ് കിനോൺ ഫംഗിസൈഡ്. എന്താണ് കിനോൺ ഫംഗിസൈഡ് ആണ്. കിനോൺ ഫംഗിസൈഡിൽ വരുന്നതാണ് ക്ലോറാനിലും ഡൈക്ലോണും. ദെൻ ഓക്സാത്തിൻസ് അടുത്ത കാറ്റഗറിയാണ് ഓക്സാത്തിൻസ്. ഓക്സാത്തിൻസിൽ വരുന്നവർ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ദാറ്റ് ഇസ് കാർബോക്സിൻ ആൻഡ് ഓക്സി കാർബോക്സിൻ. നമ്മൾ അതാണ്ട് ഇദ്ദേഹത്തിന്റെ നമ്മൾ ഹിസ്റ്ററി പാർട്ടിൽ കണ്ടായിരുന്നത് ഫസ്റ്റ് ഇൻവെന്റഡ് സിസ്റ്റമിക് ഫംഗിസൈഡ്സ് ബൈ ഷ്ലെമിംഗ് ആൻഡ് കുൽക്ക. നമ്മൾ പറഞ്ഞതാണ് അല്ലെ, കാർബോക്സിനും ഓക്സി കാർബോക്സിനും. അപ്പൊ ഇവരുടെ ഗ്രൂപ്പ് ഓക്സാത്തിൻസ്. ഓർത്ത് വയ്ക്കാൻ എളുപ്പമുണ്ട് അല്ലെ, ഗ്രൂപ്പും ആൾക്കാരുടെ പേര് തമ്മിൽ ഒരു ബന്ധമുള്ള പോലെ ഉണ്ട്. ഓക്സാത്തിൻസ്, കാർബോക്സിൻ, ഓക്സി കാർബോക്സിൻ. യെസ്. ഇനി ഇവിടെ നിങ്ങൾക്ക് അധികം എപ്പോഴും തിരിഞ്ഞു പോകുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയോ? കാർബോക്സിൻ ഇസ് ഫോർ സ്മട്ട്, ഓക്സി കാർബോക്സിൻ ഇസ് ഫോർ റസ്റ്റ്. ഇത് മാറിപ്പോവാതെ പഠിച്ചു വെക്കുക. ഇതിന്റെ ട്രേഡ് നെയിമും ഓർത്തിരിക്കുക. എന്താണ്? കാർബോക്സിനസ് Vitavax, that is for smut, and oxycarboxynous Plantavax for rust. Okay. The next group is benzimidazole. Okay. അപ്പൊ ഇത് കേൾക്കുമ്പോൾ കുറെ പേർക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരാം. ഏതുമായിട്ടെന്ന് അറിയാം, ട്രൈസോൾസുമായിട്ട് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. മാറിപ്പോവാൻ പാടില്ല. ദിസ് ഇസ് എ ഡിഫറെന്റ് ഗ്രൂപ്പ്. ബെൻസിമിഡസോൾ ആണ് വരുന്നത്. ഇതിൽ വരുന്ന ആൾക്കാരാണ് നമ്മുടെ ബെനോമൈൽ വരുന്നുണ്ട്. ദെൻ MBC എന്ന് പറഞ്ഞാൽ മീഥൈൽ ബെൻസിമിഡസോൾ കാർബമേറ്റ്സ്. അതിന്റെ ഡെറിവേറ്റീവ്സ് MBC
നമ്മൾ ജനറലി പറയാറുണ്ട്. അപ്പൊ ഇതിന്റെ അകത്തൊക്കെയാണ് നമ്മുടെ കാർബൺ ഡാസിം ഒക്കെ വരുന്നത് കേട്ടോ. കാർബൺ ഡാസിം, ബെനോമയില് കാർബൺ ഡാസിം ഒക്കെ വരുന്നത് ബെൻസിമിയുടെ സോൾസിലാണ്. പിന്നെ ഇത് കൂടാതെ വേറെ ജനറലി ഇങ്ങനെ ഗ്രൂപ്പായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റാത്ത വേറെ വേറെ ഇൻഡിവിജ്വൽ കോമ്പൗണ്ട്സ് ഉപയോഗിച്ചിട്ടുണ്ട്. പല പല ടൈപ്പ് ഓഫ് ഫംഗിസൈഡ്സും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെയാണ് ടിൻ, ജനറലി ടിന്ന് കൊണ്ടുള്ള പല കോമ്പൗണ്ട്സുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ യൂസേജ് ഒക്കെ കമ്പാരിറ്റീവ്ലി കുറവാണ്. ദെൻ ഡോഡിൻ, ദെൻ PCNB എന്ന് പറയും, പെന്റാക്ലോറോനൈട്രോബെൻസീൻ കൊണ്ടുള്ള ഫംഗിസൈഡ്സ് ഉണ്ട്. പിന്നെ ഒബ്വിയസ്ലി നമ്മുടെ ആന്റിബയോട്ടിക്സുകളും ഉണ്ട്. ഓക്കെ, ഇത്രയാണ് ജനറലി ഗ്രൂപ്പ് വൈസ് ആയിട്ട് കെമിക്കൽ ഗ്രൂപ്പിന്റെ ബേസിൽ നമ്മൾ ഫംഗിസൈഡ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓരോരുത്തരുടെ അണ്ടറിൽ വരുന്ന എക്സാമ്പിൾസുകൾ. കാര്യം ഇന്ന ഗ്രൂപ്പിൽ വരുന്ന കെമിക്കൽ ഏതാണ്, ഫംഗിസൈഡ് ഏതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ താഴെ താഴെ ഓപ്ഷൻസ് വരാം, അല്ലെങ്കിൽ പെയർ ചെയ്ത് തന്നിട്ടുള്ള ഓപ്ഷൻസ് വരാം. അപ്പൊ നിങ്ങൾക്ക് ഗ്രൂപ്പ് വൈസ് ആയിട്ട് കെമിക്കൽ ഏതാന്ന് അറിഞ്ഞാലേ നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റും. ദെൻ ഇനി നമ്മൾ ജനറലി ഉള്ള ഫംഗിസൈഡ്സിന്റെ യൂസ് വെച്ചിട്ട് നമുക്ക് പറയാം. അത് നമുക്ക് ഒരു ഐഡിയ വെച്ചിട്ട് നമ്മൾ ഓർത്തിരുന്നാൽ മതി. ദ ഫസ്റ്റ് വൺ ഈസ് സീഡ് പ്രൊട്ടക്റ്റന്റ്. സീഡ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗിസൈഡ്സുകൾ ഏതൊക്കെയാണ്? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മെൻഷൻ ചെയ്തിരുന്നു ആരൊക്കെയാണ് അല്ലെ. സീഡ് ട്രീറ്റ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ക്യാപ്റ്റാൻ ഉണ്ട്, തൈറാം ഉണ്ട്, ഓർഗാനോ മെർക്കുറിയസ്. മെർക്കുറി നിങ്ങൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇപ്പൊ യൂസ് ചെയ്യാറില്ല, ഞാൻ പറഞ്ഞു. ദെൻ കാർബൺ ഡാസിം ഈസ് ഓൾസോ ദർ. കാർബൺ ഡാസിം നമ്മൾ സീഡ് ട്രീറ്റ്മെന്റിന് മാത്രമല്ല യൂസ് ചെയ്യുന്നത്, പക്ഷെ കാർബൺ ഡാസിം നമുക്ക് സീഡ് ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യാൻ പറ്റും. കാർബോക്സി നമ്മൾ പറഞ്ഞു, ലെസ്മാറ്റിൻ, ഓക്സി കാർബോസിൻ ഓൾസോ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ റെക്കമെൻഡ് ചെയ്യാം. അപ്പോൾ ക്യാപ്റ്റാന്, തൈറാമ്, കാർബൺ ഡാസിം, കാർബോക്സിൻ ഒക്കെ കേട്ടാൽ ഇവരൊക്കെ സീഡ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നവരാണ് എന്ന് ഓർത്തിരിക്കുക. ദെൻ കംസ് ദ സോയിൽ ഫംഗിസൈഡ്സ് അല്ലെ. സോയിൽ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫംഗിസൈഡ്സ് തന്നെ നമ്മൾ രണ്ട് കാറ്റഗറി ആയിട്ട് പറയും. പ്രീ പ്ലാന്റിങ്ങും ഗ്രോയിങ് സ്റ്റേജിൽ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ നടുന്നതിന് മുന്നേ മണ്ണൊരുക്കുമല്ലോ, മണ്ണൊരുക്കിയിട്ട് മുന്നേ ഉള്ള നമ്മുടെ ക്രോപ്പിന് എന്തെങ്കിലും രീതിയിലുള്ള ഇൻഫെക്ഷൻസിന്റെ ഇനോക്കുലം, പ്രൈമറി ഇനോക്കുലമായിട്ട് അവിടെ കിടപ്പുണ്ടോ, സർവൈവ് ചെയ്ത് കിടപ്പുണ്ടെന്ന് നമുക്കൊരു ഡൗട്ട് വരികയാണെങ്കിൽ നമുക്ക് മണ്ണിനെ ട്രീറ്റ് ചെയ്യാം അല്ലെ. ഫംഗിസൈഡ്സിനെ വെച്ച് നമുക്ക് ട്രീറ്റ് ചെയ്യാം, മണ്ണൊക്കെ ഒരുക്കിയിട്ട് നടുന്നതിന് മുന്നേ. സോ അങ്ങനെ നമുക്ക് അതൊക്കെ യൂസ് ചെയ്യാം. ബോഡോമിസ്ട്രി യൂസ് ചെയ്യാം, COC യൂസ് ചെയ്യാം, ക്ലോറോപിക്രിൻ, ഫോമാൽഡിഹൈഡ് വെച്ച് നമ്മൾ എന്തെങ്കിലും സോയിൽ ഫ്യൂമിഗേഷൻ ചെയ്യും അല്ലെ. യെസ്. ദെൻ വാപ്പാം, നബാമൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇനി സോയിൽ ഫംഗിസൈഡ്സ് തന്നെ നമ്മൾ ഇതിനിടയ്ക്ക് മണ്ണിൽ എപ്പോഴെങ്കിലും ഇൻഫെക്ഷൻസ് വരികയാണ്, പ്ലാന്റിന്റെ ഗ്രോത്ത് സ്റ്റേജിന് ഇടയ്ക്ക് വരികയാണെങ്കിലും എഗെയിൻ ബോഡോമിസ്ട്രി യൂസ് ചെയ്യാം, COC യൂസ് ചെയ്യാം, നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ക്ലോറോനൈട്രോബെൻസീൻ യൂസ് ചെയ്യാം, തൈറാം ഓൾസോ യൂസ് ചെയ്യാം, പിന്നെന്താ കാർബൺ ഡാസിം യൂസ് ചെയ്യാം, ട്രയസോൾസ്, ഫംഗിസൈഡ്സ് എല്ലാം നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. എന്നാലും മോസ്റ്റ് ജനറലി യൂസ് ചെയ്യുന്നവരെയാണ് നമ്മൾ ഈ പറയുന്നത്. ഇനി അടുത്തത് ഫോളിയേജ് ആൻഡ് ബ്ലോസം പ്രൊട്ടക്ഷൻ. അതായിരിക്കും നിങ്ങൾക്ക് ഒരു ഫംഗിസൈഡ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം മൈൻഡിൽ വരുന്ന ഒരു ഐഡിയ എന്താണ്, നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു അല്ലെ, അത് തന്നെയാണ്. അപ്പം നമ്മൾ ലീഫ് ഇൻഫെക്ഷൻസ്, ഫോളിയേജ് ഇൻഫെക്ഷൻസ് വരുന്ന സമയത്ത് പ്രൊട്ടക്റ്റന്റ് ആയിട്ടോ ക്യൂറേറ്റീവ് അപ്രോച്ചിലോ ഒക്കെ നമുക്ക് ഈ പറയുന്ന ഇത് മാത്രമല്ല ഒരുപാട് കെമിക്കൽസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലേ. ക്യാപ്റ്റാനും, ഫെർബാനും, സൈനബും, മാംഗോസബും, ക്ലോറത്തിനും മാത്രമാണോ? അല്ല. ട്രയസോൾസും കാർബൺ ഡാസിമും നമ്മൾ കോമ്പിനേഷൻ ഫംഗിസൈഡുകളൊക്കെ നമ്മൾ ഈ പറയുന്ന സ്പ്രേ ആയിട്ട് നമ്മൾ ഫോളിയേജിൽ കൊടുക്കാറുണ്ട്. ദെൻ ഫ്രൂട്ട് പ്രൊട്ടക്റ്റൻസ് അല്ലെ. ഫ്രൂട്ട് പ്രൊട്ടക്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോസ്റ്റ് ഹാർവസ്റ്റ് ആസ്പെക്റ്റിലും പിന്നെ ഇനീഷ്യൽ ഫ്രൂട്ട് സെറ്റിങ്ങിന്റെ ടൈമിലൊക്കെ നമുക്ക് കൊടുക്കാം. അത് നമ്മൾ ഫ്രൂട്ട് ഹാർവെസ്റ്റ് ചെയ്തിട്ട് പോസ്റ്റ് ഹാർവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്നത് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ സേഫർ ആയിട്ടുള്ള കോൺടാക്ട് ഫംഗിസൈഡുകളാണ് കൂടുതലും കൊടുക്കാൻ നോക്കുക കേട്ടോ. സോ ക്യാപ്റ്റാൻ, മാനബ്, ദെൻ കാർബൺ ഡാസിം സിസ്റ്റമിക് എന്നാൽ പോലും കമ്പാരിറ്റീവ്ലി ഇച്ചിരി സേഫർ ആയിട്ടുള്ളതാണ് നമുക്ക് പറയാം. ദെൻ മാംഗോ സെബ് ഒക്കെയാണ് നമ്മൾ യൂഷ്വലി ഫ്രൂട്ട് പ്രൊട്ടക്റ്റന്റ് ആയിട്ട് കൊടുക്കുക. ദെൻ ഇറാഡിക്കൻസ് എന്ന് പറയുന്നത് നമ്മൾ ജനറലി എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു ഇനോക്കുലം മണ്ണിൽ അല്ലെങ്കിൽ പറയുന്ന നമ്മുടെ ക്രോപ്പ് ഡെബ്രീസിലൊക്കെ ഉണ്ടെന്ന് നമുക്കൊരു ഡൗട്ട് വരികയാണെങ്കിൽ ആ ഒരു പ്രൈമറി ഇനോക്കുലത്തിന്റെ സോഴ്സിനെ ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൾട്ടിവേഷൻ പ്രാക്ടീസസിന്റെ ഭാഗമായിട്ട് മണ്ണിലോ ഫീൽഡിലോ ഒക്കെ നമ്മൾ പല രീതിയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതാണ് ഇറാഡിക്കൻസ് എന്ന് പറഞ്ഞാൽ. മെർക്കുറി കെമിക്കൽസ് യൂസ് ചെയ്യാം, ലൈം സൾഫർ യൂസ് ചെയ്യാം, പിന്നെ നമ്മുടെ ബോഡോമിസ്റ്റർ ഒക്കെ നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്.